ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി ഇടത് സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനുരകുമാര ദിസനായകെ തിരഞ്ഞെടുത്തു. ശ്രീലങ്കയിലെ മാർക്സിസ്റ്റ് ജനതാ വിമുക്തി പെരമുന പാർട്ടി നേതാവായ ഈ 56-കാരൻ സാമൂഹ്യ സംഘടനകളും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന നാഷണൽ പീപ്പിൾസ് പവർ എന്ന വിശാല സഖ്യത്തിലൂടെയാണ് അധികാരത്തിലെത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി വോട്ടെണ്ണൽ 2ാം റൗണ്ടിലേക്ക് നീണ്ട തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി സമാഗി ജനബാലവികയെ നേതാവ് സജിത് പ്രേമദാസ ഉയർത്തിയ കനത്ത വെല്ലുവിളിയെ NPP സഖ്യം മറികടക്കുകയായിരുന്നു. നിലവിലുള്ള പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2022 പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ അധികാരഭ്രഷ്ടനാക്കിയ കലാപത്തിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ജനത ഇടതുപക്ഷത്തിനൊപ്പം നിന്നത്. 1987 ഇന്ത്യ-ലങ്ക കരാർ ഉൾപ്പെടെ JVP ശക്തിയുക്തം എതിർത്തിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ സനായകെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയോടുള്ള പാർട്ടി നിലപാട് തിരുത്തിയെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുക എന്ന ദുഷ്കര ദൗത്യമാണ് പുതിയ പ്രസിഡന്റിന്റെ മുന്നിലുള്ളത്. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മുഖമുദ്രയായിരുന്ന JVP 1990കളുടെ അവസാനമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി സഹകരിച്ചു തുടങ്ങിയത്. 2019 ദിസനായകെ ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് വെറും 3% വോട്ട് മാത്രമാണ് ലഭിച്ചത്. കടുത്ത അഴിമതി വിരുദ്ധ നിലപാട് പുലർത്തുന്ന സംവിധാനങ്ങളുടെ സുതാര്യത ആവശ്യപ്പെടുന്ന നേതാവെന്ന പ്രതീതിയാണ് ദിസനായകയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ദിസനായകെ തന്റെ പ്രസംഗങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിയ വിഷയവും ഇതായിരുന്നു.